നമസ്തേ. 1/8/2025 വെള്ളിയാഴ്ചത്തെ നക്ഷത്രഫലമാണ് നമ്മൾ പറയുന്നത്. 1/8/2025. മേടം, ഇടവം, തുലാം രാശിക്കാർക്ക് ശുഭം. മിഥുനം, ചിങ്ങം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രം. കന്നി, ധനു, കുംഭം രാശിക്കാർക്ക് ദോഷം. കർക്കിടകം, വൃശ്ചികം, മകരം, മീനം രാശിക്കാർക്ക് കഠിന ദോഷം. ഇതാണ്. ഇനി നമുക്ക് വിശദമായി നോക്കാം. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഈ ദിവസം പ്രണയകാര്യങ്ങളിൽ മേടക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ്. അതേപോലെ തുലാം കൂറുകാർക്ക് അത്ര മേന്മയില്ലെങ്കിലും ദോഷമില്ല എന്ന് പറയാം. വൃശ്ചികം, മകരം രാശിക്കാർക്ക് പൊതുവെ ദോഷകരമാണ്. അവർ ആ കൂറുകാർ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇത് കൂറുമായിട്ട് അടിസ്ഥാനപ്പെടുത്തി പ്രണയകാര്യങ്ങൾ പറഞ്ഞ കാര്യമാണ്. ഇനി ഓരോ നക്ഷത്രക്കാർക്കും ഇതിൽ തന്നെ വരുന്നവർക്ക് തന്നെ പ്രത്യേക വ്യത്യാസം വരാം. അപ്പോൾ അത് ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നതായിരിക്കും, അനുകൂലമായ നക്ഷത്രവും പ്രതികൂലമായ നക്ഷത്രവും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതേപോലെ ഈ ഏറ്റവും നല്ല നക്ഷത്രങ്ങളും ഏറ്റവും മോശമായ നക്ഷത്രവും ഏതാണെന്നും കൂടെ പറയുന്നതാണ്. അത് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത് മനസ്സിലാവും. ഈ നാളുകാരൊക്കെ ആ രീതിയിൽ ശ്രദ്ധിച്ച് വേണ്ട കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ അതിനനുസരിച്ച് നന്മ ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ആചാര്യമതം. അതാണ് നമ്മൾ പറയുന്നത്. ഇത് ചന്ദ്രാധിഷ്ഠിതമായ ഫലമാണെന്ന് മനസ്സിലാക്കണം. ജാതകത്തിൻ്റെ ഫലം കൂടെ ഇതിൽ ആഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഫലം പൂർണ്ണമായും വരിക. എല്ലാ കാര്യത്തിലും എന്നും അങ്ങനെ തന്നെയാണ്. എല്ലാ ദിവസവും എടുത്തെടുത്ത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇനി കൂടാതെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് തുടർച്ചയായി ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യണം. അപ്പോൾ കമൻറ്റ് ചെയ്യുന്നവർക്കാണ് തുടർച്ചയായി കിട്ടുക. ആ കമൻറ്റ് ചെയ്യുന്നത് ഗുണകരമാകുന്ന രീതിയിലുള്ള കമൻ്റ് ആയാലോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവതര നാമം കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് ചെയ്യുന്ന നിങ്ങൾക്ക് പഞ്ചേന്ദ്രിയങ്ങൾ അതിൽ നേരിട്ട് ബന്ധപ്പെടുന്നതുകൊണ്ടുള്ള ഗുണം, വായിക്കുന്നവർക്കത് അതിൻ്റെ മനസ്സിന് കിട്ടുന്ന ഒരു മന്ത്രോച്ചാരണം മനസ്സിൽ വരുമ്പോഴുണ്ടാകുന്ന ഒരു എനർജി, അങ്ങനെ രണ്ട് രീതിയിലും ഗുണം ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവതര നാമം നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യുക എല്ലാവരും. അങ്ങനെ ഉള്ളവർ, ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അവർക്ക് കമൻറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള എന്തായാലും ഒരു കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടാൻ ഈ കമൻറ്റുകൾ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് അപ്പോൾ കമൻറ്റ്, ലൈക്ക്, ഷെയറൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുവെങ്കിൽ അത് നിങ്ങൾ ഷെയർ ചെയ്യാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കാനും കൂടെ ശ്രദ്ധിക്കണം. ഇനി ഒരു ചോദ്യമുള്ളത്, അമ്പലത്തിൽ നേർച്ച പാടില്ലേ, അത് നേർച്ച കടമായിടാൻ പറ്റുമെന്നൊക്കെയാണ്. ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ, കുറച്ച് നാളുകൾക്ക് മുമ്പ്. അത് ഒന്ന് നോക്കുക. എങ്കിലും ഞാനത് അത്യാവശ്യം മനസ്സിലാക്കാവുന്ന രീതിയിൽ പറയാം. അമ്പലത്തിൽ നേർച്ച ഇല്ലെങ്കിൽ ഭഗവാന്റെ കാര്യമാകെ അവതാളത്തിലാവും. ഭഗവാന് നേദ്യം കൊടുക്കണം. അവിടെ ഉള്ള ആളുകൾക്കൊക്കെ നേദ്യം കഴിക്കണം. കാരണം അവരുടെ ജീവിതം നിലനിൽക്കണമെങ്കിൽ ഭക്ഷണം വേണമല്ലോ. അപ്പോൾ അവർക്കും അവരുടേതായ നേദ്യങ്ങളുണ്ട്, ഭഗവാനും ആ നേദ്യമുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ള സാമ്പത്തിക സ്ഥിതി അവിടെ ഉണ്ടാവണം. പിന്നെ അവിടെ ഭഗവാനെ ആശ്രയിച്ച് നിൽക്കുന്നവരുടെ കുടുംബജീവിതവും നടക്കുന്നുണ്ട്. അവർക്കും ചിലപ്പോൾ ഇവരെ ആശ്രയിച്ചായിരിക്കാം ആ കുടുംബം മുന്നോട്ട് പോവുക. അപ്പോൾ ആ കുടുംബത്തിൻ്റെ ജീവിതവും നടക്കണം. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഭഗവാന്റെ പേരിലാണെങ്കിൽ പോലും നമ്മൾ നൽകുന്ന ആ ധനം തന്നെയാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ അവിടെ നടത്തിക്കൊണ്ടു പോകുന്നത്. ഭഗവാന്റെ കാര്യം മാത്രമല്ല, ഭഗവാനായിട്ട് നമ്മൾ സമർപ്പിക്കുന്ന പണം ഭഗവാൻ എന്ന് പറയുന്ന വിഗ്രഹത്തിന് ആവശ്യമൊന്നുമില്ല. അത് ആ ഭഗവത് കാര്യങ്ങൾ അവിടെ ഭംഗിയായി നടത്തി കൊണ്ടുപോകുന്നതിന് ചുമതലപ്പെട്ടവർക്ക് ആ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്
നമ്മൾ ഈ ധനം നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ ക്ഷേത്രം എന്ന് വെച്ചാൽ, ഒരു ഗ്രാമത്തിലോ അല്ലെങ്കിൽ ഒരു മഹാക്ഷേത്രം എന്ന് പറഞ്ഞാൽ ദേശത്തിന് മൊത്തം, ആ ഗ്രാമത്തിന് മാത്രമല്ല, ആ രാജ്യത്തിന് മൊത്തം ആയിട്ടുള്ളതാണ്. മഹാക്ഷേത്രങ്ങൾ ലോകകാര്യാർത്ഥമായിട്ടാണ്. അപ്പോൾ ലോകത്തിന് മൊത്തം ഗുണമുണ്ടാകാൻ വേണ്ടിയാണ് അവിടെയുള്ള ആചാര്യന്മാർ അവരുടെ കർമ്മത്തെ വിനിയോഗിക്കുന്നത്. ഒരു ക്ഷേത്രം എന്നുള്ളത് ഏത് മതാചാരക്കാരുടേതാണെങ്കിലും ആയാലും ആ ക്ഷേത്രത്തിലെ പുരോഹിതന്മാർ, ആചാര്യന്മാർ ലോക കല്യാണാർത്ഥമാണ് അവിടുത്തെ കാര്യങ്ങളെ നിർവഹിക്കുന്നത്. നിസ്വാർത്ഥമായിട്ടാണ് അവിടുത്തെ കാര്യങ്ങളെ നിർവഹിക്കേണ്ടത്. അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യം എന്നോട് ചോദിക്കരുത് കേട്ടോ. അതിലെനിക്ക് ഉത്തരം പറയേണ്ടതല്ല, അത് അവരാണ് ഉത്തരം പറയേണ്ടത്. പലയിടത്തും ചെല്ലുമ്പോൾ വിഷമകരമായ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല. പല ക്ഷേത്രങ്ങളിലും ചെല്ലുമ്പോൾ വിഷമമുള്ള അവസ്ഥ മനസ്സിലുണ്ടാകുന്നുണ്ട്. അത് നമ്മളുടെ ധർമ്മത്തിൽപ്പെട്ടതല്ല, അവരുടെ ധർമ്മത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അത് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. പക്ഷെ വേണ്ടത് ഇങ്ങനെയാണ്. അങ്ങനെ ആകുന്നതിന് വേണ്ടിയാണ് സത്യത്തിൽ ഈ അമ്പലത്തിലൊക്കെ നമ്മൾ ഭഗവാനായിക്കൊണ്ട് കൊടുക്കുന്ന ധനത്തെ പ്രയോജനപ്പെടുത്തുന്നത്. ഭഗവാൻ ആ നേദ്യം കൊടുക്കാൻ വേണ്ടി മാത്രം മതി. ബാക്കിയുള്ള ഉപച്ചെലവുകൾ അവിടെ ആശ്രയിച്ച് നിൽക്കുന്നവർക്കും അവരുടെ കുടുംബത്തിലും അതുമായി ബന്ധപ്പെട്ടെടുത്തുമാണ്. അതിനാണ് അവിടെ ഭഗവാന് നേർച്ച കൊടുക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ നേർച്ച കൊടുക്കാതിരുന്നാൽ ഇതൊക്കെ അവതാളത്തിലാവും. അപ്പോൾ ലോക കല്യാണാർത്ഥം ചെയ്യുന്ന പല കാര്യങ്ങളും നിർവഹിക്കാൻ കഴിയാതെ അവിടുത്തെ ആചാര്യന്മാർ പട്ടിണിയിലാകും. അപ്പോൾ അതവർക്ക് ചെയ്യാൻ കഴിയാതെ വരും. അതുകൊണ്ട് അങ്ങനെ വേണമോ വേണ്ടയോ എന്ന് ചിന്തിക്കേണ്ടത് ആ ഭഗവാനെ സ്നേഹിക്കുന്ന ഭക്തജനങ്ങളാണ്. ഇനി അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം അതാണ്. അർച്ചന വേണ്ടേ എന്ന് പാടില്ലേ എന്ന് ചോദിക്കുന്നത്, അമ്പലത്തിൽ നേർച്ച പാടില്ലേ എന്ന് ചോദിക്കുന്നത്. ആ അർത്ഥത്തിലാണെങ്കിൽ രണ്ടാമത് നേർന്നിടാവോ കടമായിട്ട് എന്നാണ് ചോദ്യം. അതിനോട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ മകളുടെ കല്യാണം നടന്നാൽ ഭഗവാനെ ഞാൻ നിനക്ക് ഒരു എന്ത് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ വഴിപാടങ്ങനെ നേരം 2 കുല പഴം കൊടുക്കാമെന്നോ, അല്ലെങ്കിൽ 10 ലിറ്റർ പാല് നൽകാമെന്നോ, അല്ലെങ്കിൽ ഒരു 10 ദിവസത്തെ അഭിഷേകം നടത്തിയേക്കാമെന്നോ ഒക്കെ ഭഗവാനോട് അങ്ങോട്ട് പറയുക. എൻ്റെ മോളുടെ കല്യാണം നടന്നാലേ, അല്ലെങ്കിൽ എൻ്റെ മകന് ജോലി കിട്ടിയാലേ, അല്ലെങ്കിൽ എനിക്ക് ധനമുണ്ടായാലേ. എന്താ നമ്മൾ പറയണത് കേൾക്കാനും ഭഗവാന്റെ ചുമതല? ഒന്നുമല്ല കേട്ടോ. ഭഗവാൻ ഒരിക്കലും ഒരു കൂലി മേടിച്ച് പണി ചെയ്യുന്ന വ്യക്തിയാണെന്ന് ധരിക്കേണ്ട. അതുകൊണ്ട് നിങ്ങൾ 2 കുല പഴം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഉടൻ നിങ്ങളുടെ ആവശ്യം നടത്തി തരാനിരിക്കുന്നവനുമല്ല ഭഗവാൻ. അതുകൊണ്ട് നേർന്നിടുന്നത് ശരിയല്ല, അങ്ങനെ ആവശ്യമില്ല. നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭഗവാന്റെ ആ പാദങ്ങളിലേക്ക് സമർപ്പിച്ച് നമസ്കരിക്കുക. ഭഗവാനെ ഞാൻ എന്നെ നിന്നിലേക്ക് സമർപ്പിക്കുന്നു എന്ന്. സത്യത്തിൽ അതാണ് യഥാർത്ഥ വഴിപാട്. നമ്മുടെ കൈവശമുള്ളത് ഭഗവാന്റെ മുന്നിലേക്ക് സമർപ്പിക്കുക. ഒരിക്കലും എനിക്ക് ഇന്നത് കിട്ടിയാൽ നിനക്ക് ഞാൻ ഇന്നത് ചെയ്തു തരാം, എൻ്റെ വീടൊക്കെ ഒന്ന് കളിച്ച് വൃത്തിയാക്കിയാൽ ഞാൻ നിനക്ക് വൈകുന്നേരം ആകുമ്പോൾ 1000 രൂപ കൂലി തരാം എന്ന് പറയുന്ന സമീപനം ഭഗവാനോട് വേണ്ട. അത് ശരിയാവില്ല. ഈ കമൻറ്റിന് ഉത്തരമായിട്ട് എനിക്ക് ഇങ്ങനെയാണ് പറയാൻ തോന്നുന്നത്. ഇത് എൻ്റെ സങ്കല്പവുമായി ഉള്ള കമൻ്റാണ്. കാരണം ഇത് ഞാൻ ഇങ്ങനെ പറയുന്നത് പലരും നിങ്ങളാ വഴിപാട് നേർന്നാൽ നിങ്ങളുടെ കുട്ടിയുടെ കല്യാണം നടക്കൂട്ടോ എന്ന് പറയുന്ന ആചാര്യ സമൂഹമാണ് നമുക്കുള്ളതെന്നുള്ളത് കൊണ്ടാണ് ഞാനിത് എൻ്റെ അഭിപ്രായമാണ് എന്ന് പറയുന്നത്. ഭഗവാന്റെ മുന്നിൽ അങ്ങോട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ ഭഗവാന്റെ മുന്നിൽ അങ്ങോട്ട് കൊടുക്കുക. നമുക്ക് കൊടുക്കാൻ പഴം കൊടുക്കാൻ എനിക്ക് പഴം കൊടുത്തോ, ഒരു കൊല പഴം ഭഗവാന്റെ മുന്നിലേക്ക് സമർപ്പിക്കാൻ നിങ്ങളുടെ സാമ്പത്തികമാകുമെങ്കിൽ നിങ്ങളത് ചെയ്യുക. അതിന് കഴിഞ്ഞില്ല, ഒരു പഴമാണ് കൊടുക്കാൻ കഴിഞ്ഞോളെങ്കിൽ അത് നിങ്ങൾ ആ ഭഗവാന്റെ മുന്നിലേക്ക് തലയിലേക്ക് വെച്ചോളൂ. എന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാം, എന്തും പ്രാർത്ഥിക്കാമല്ലോ. പക്ഷേ ഭഗവാനോടൊന്നും പ്രാർത്ഥിക്കേണ്ട. എല്ലാം അറിയാവുന്ന ഭഗവാനോട് എന്താ പ്രാർത്ഥിക്കാനുള്ളത്? ഞാൻ പലപ്പോഴും എന്നോട് ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് നേർന്നിട്ടാറെന്ന് ചോദിക്കാറുണ്ട്. നിങ്ങളുടെ മക്കൾ ആവശ്യപ്പെട്ടതെല്ലാം നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങളുടെ മക്കൾ ആവശ്യപ്പെട്ടു എന്നുള്ളത് അവർക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവരാവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ചെയ്തിട്ടുമുണ്ടാകും. ഇത് തന്നെയാണ് ഭഗവാൻ. നമ്മൾ ആവശ്യപ്പെടുന്നത് എല്ലാം ഭഗവാൻ തന്നുകൊള്ളണമെന്നില്ല.
നമുക്കതിനുള്ള യോഗ്യതയുണ്ടെങ്കിൽ, നമുക്കതിനുള്ള അർഹതയുണ്ടെങ്കിൽ മാത്രമേ അത് കിട്ടൂ. അത് ചോദിച്ചില്ലെങ്കിലും കിട്ടും. അപ്പോൾ പിന്നെ ഭഗവാന്റെ മുന്നിൽ നമ്മൾ എന്താ ചെയ്യുക? ഭഗവാനായി സമർപ്പിക്കുക. നമ്മുടെ കയ്യിലുള്ളത് ഭഗവാനായി സമർപ്പിക്കുക. അങ്ങനെ സമർപ്പിക്കുമ്പോൾ അത് ഭഗവാൻ നേരിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്ന ചോദ്യമൊന്നും വേണ്ട. അവിടെയുള്ള എല്ലാവരും അത് ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം ഭഗവാന്റെ സേവാർത്ഥമായിട്ട് നിലനിർത്തുന്ന ആരോഗ്യകാര്യങ്ങൾ, അവിടെ ജോലി ചെയ്യുന്നവരുടെ ആരോഗ്യം നിലനിർത്താനൊക്കെ ആയിരിക്കും. അതൊക്കെ ഭഗവാന്റെ സേവാർത്ഥമായിട്ട് ചെയ്യുന്നതാണ്. ഭഗവാന്റെ സേവ എന്ന് പറഞ്ഞാൽ അത് ഈ ഭൂമിയുടെ നിലനിൽപ്പിൻ്റെ സേവയായിട്ടാണ് കരുതുന്നത്. ആ ആചാര്യന്മാർ അതർത്ഥത്തിലാണ് പൂജയും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് അത് മനസ്സിലാക്കി നിങ്ങൾ സമർപ്പിക്കുക. ഇതാണ് ഇതിൻ്റെ പറയാനുള്ളത്. ഇനി നമുക്ക് ഓരോ ഫലത്തിലേക്കും വരാം. കമൻറ്റുകളുടെ നീളം കൂടിപ്പോകുന്നുണ്ടോ, ഉത്തരങ്ങളുടെ നീളം കൂടിപ്പോകുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. കമൻറ്റുകൾ ഇടുമ്പോൾ നീളത്തിൽ ഉത്തരം പറയേണ്ട കമൻറ്റുകൾ ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ ചില കമൻറ്റുകൾ ഇടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് മനസ്സിലാകുന്ന രീതിയിൽ ഇടണം. വ്യക്തമായിട്ട് ആ കമൻറ്റ് മനസ്സിലാവുന്ന രീതിയിൽ വേണം ചോദ്യങ്ങൾ ചോദിക്കാൻ. അതല്ലെങ്കിൽ ഉത്തരം പറയാൻ പ്രയാസമായിരിക്കും. ചിലപ്പോൾ ആ കമൻറ്റ് കണ്ടില്ല എന്നടിച്ച് വിടാനേ പറ്റുള്ളൂ. വീണ്ടും ചിലപ്പോൾ അതുണ്ടാവില്ല. അതുകൊണ്ട് കാരണം പലരും ചോദിക്കാറുണ്ട് പലതും. അതുകൊണ്ട് വ്യക്തമായി ചോദ്യങ്ങൾ മനസ്സിലാക്കാവുന്ന രീതിയിൽ ചോദ്യം നന്നായി വിശദമായിട്ട് തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് വിശദമായ ഫലത്തിലേക്ക് വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. വീഡിയോയുടെ അഭിപ്രായം പറയണം. കമൻറ്റ് നീളം കൂടി പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം പറയണം. അങ്ങനെ എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ പറയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വിശദമായിട്ട് നോക്കാം. മേടം കൂറ്, അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ്. മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് ശുഭകരമായ ദിവസമാണ്. കാര്യം 7 ശനിയും 3 വ്യാഴവും 5 കേതുവും ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ദിവസം ശുഭകരമാണ്. ആരോഗ്യകാര്യത്തിലൊരു ശ്രദ്ധ ഒക്കെ ആവശ്യമുണ്ട്. ഒരാത്മവിശ്വാസക്കുറവൊക്കെ കാണിക്കുമെങ്കിലും മനസ്സും ബുദ്ധിയുമൊക്കെ വളരെ നല്ലതായിട്ട് പ്രവർത്തിക്കും. മാതൃസ്ഥാനികർ അനുകൂലമാണ്. എന്നാൽ പിതൃസ്ഥാനികരിൽ നിന്ന് അല്പം മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അഭിപ്രായ സ്ഥിരതയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും. പിത്തരോഗമുള്ളവരൊന്ന് ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനികർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന സമയമാണ്. കടബാധ്യതയൊക്കെ മേടക്കൂറുകാർക്ക് ശ്രദ്ധിച്ചാൽ കുറച്ച് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. ശത്രുദോഷമൊക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ശത്രുക്കളായിട്ടുള്ളവരെയൊക്കെ മിത്രങ്ങളാക്കാൻ കഴിയുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. തൊഴിലിടങ്ങളിൽ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകും. എത്ര അധ്വാനിച്ചാലും എത്ര നല്ല രീതിയിൽ ചെയ്താലും ധനപരമായ കാര്യങ്ങളിലും അല്ലെങ്കിൽ ഒരു നേട്ടമുണ്ടാകാത്ത അവസ്ഥയൊക്കെ നിലനിൽക്കുന്നൊരു കാലഘട്ടം കൂടെയാണിത്. എങ്കിലും ഈ ദിവസം പൊതുവേ നിങ്ങൾക്ക് കുറച്ച് അനുകൂലമാക്കാൻ കഴിയുന്ന കാലഘട്ടം കൂടെയാണ്. തൊഴിൽ മേഖലയിൽ ശ്രദ്ധിക്കുക. മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. തൊഴിലാളികളെയും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇടവക്കൂറ്. ഇടവക്കൂറ് പറയുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിക്കേണ്ട നക്ഷത്രക്കാരെ ഒന്ന് പറഞ്ഞേക്കാം. ചോതി, വിശാഖം, പുണർദം നക്ഷത്രം അത്ര മേന്മയുള്ള നക്ഷത്രമല്ല. ചിലപ്പോൾ ഈ പറയുന്ന നാളുകൾ ഇറങ്ങുന്ന കൂറുകൾക്ക് ചിലപ്പോൾ ഗുണമായിരിക്കാം. പക്ഷേ ഈ നാള് ഉള്ളവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അവർക്ക് മേന്മ കുറഞ്ഞ സമയമാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മേന്മയുള്ള നക്ഷത്രങ്ങളും പ്രണയകാര്യങ്ങളൊക്കെ വഴികെ വരും. വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇനി ഇടവക്കൂറ്. കാർത്തിക അവസാന 3/4 ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവക്കൂറ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ ദിവസമാണ്, ഗുണകരമായ ദിവസമാണ്. പൊതുവെ അവർക്ക് ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. ആരോഗ്യ കാര്യങ്ങളിലൊക്കെ മേന്മയുണ്ടാകും. എന്നാൽ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. മാതൃപിതൃസ്ഥാനീയരൊക്കെ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയുണ്ടാവും. ശത്രുദോഷം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. കടബാധ്യതയൊക്കെ വരാൻ സാധ്യതയുണ്ട്. വാക്കുകൾ വളരെയധികം നിയന്ത്രിച്ച് വേണം ഉപയോഗിക്കാൻ. വാക്കുകൾ മൂലം ചില
ശത്രുദോഷങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. വാക്കുകളാണ് നമ്മളെ കൂടുതൽ ശത്രുക്കളെ ഉണ്ടാക്കുന്നത്. വാക്കുകൾ നിയന്ത്രിക്കുക. ശത്രുദോഷമൊക്കെ ഉള്ള കാലഘട്ടമാണെന്ന് അറിയുമ്പോൾ വാക്കുകൾ നിയന്ത്രിച്ച് അത് ഉണ്ടാക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും. മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമാണ്. തൊഴിൽ രംഗത്ത് പുതിയ പ്രവർത്തനങ്ങൾ നടത്താൻ അനുകൂലമാണ്. പുതിയ തൊഴിലവസരങ്ങളൊക്കെ ലഭിക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് അത്ര മേന്മയൊന്നുമല്ല. വാഹന സംബന്ധമായ കാര്യങ്ങളൊക്കെ നേട്ടമുണ്ടാകും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. മിഥുനം, മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ആരോഗ്യവും മനസ്സും ഒന്നും അത്ര അനുകൂലമല്ല. എല്ലാത്തിനും ഒരു അലസത ഉണ്ടാവും. പിത്ത സംബന്ധമായ അസുഖമുള്ളവർ വളരെ ശ്രദ്ധിക്കണം. നേത്രരോഗങ്ങൾ, ഉഷ്ണരോഗങ്ങൾ, ആസ്മ, മാനസികമായ അസ്വസ്ഥത, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. എന്നാൽ കടമുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ശത്രുദോഷവും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ആവശ്യമില്ലാത്ത കലഹങ്ങൾ ഉണ്ടാകാൻ ശത്രുദോഷമുള്ളത് കൊണ്ട് ഉണ്ടാകാം. അത് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ രൂക്ഷത കുറയ്ക്കാനായിട്ട് കഴിയും. ധനപരമായ ചില നഷ്ടങ്ങളുണ്ടാവും. മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്. വാഹന കാര്യങ്ങളിലൊക്കെ നേട്ടമുണ്ടാകും. തൊഴിൽ രംഗം അത്ര അനുകൂലമല്ല. മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും ഒന്നും അനുകൂലമായിരിക്കില്ല. സ്വന്തമായി തൊഴിൽ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികളും വേണ്ട രീതിയിലുള്ള സഹകരണം അവരിൽ നിന്ന് കിട്ടില്ല. പക്ഷെ സഹകരണം കിട്ടും, പക്ഷെ വേണ്ട രീതിയിൽ കിട്ടില്ല എന്നേ ഉള്ളൂ. ഈ ദിവസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായൊരവസ്ഥയായിരിക്കും ഈ ദിവസം ഉണ്ടാകുക. ഇനി കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറ് പറയാം. കർക്കിടകം, പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. കർക്കിടകത്തിൽ 12 വ്യാഴവും 8 രാഹുവും 9 ശനി 2 കേതുവൊക്കെ സഞ്ചരിക്കുകയാണ്. കർക്കിടകക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ്. കാലഘട്ടവും അതാണ്, ഈ ദിവസവും അതാണ്. പൊതുവെ ആത്മവിശ്വാസക്കുറവും അലസതയും ആരോഗ്യ പ്രശ്നങ്ങളും പിത്തവാത രോഗങ്ങളും ഉഷ്ണരോഗങ്ങളും നേത്രരോഗങ്ങളുമൊക്കെ പ്രയാസം ഉണ്ടാക്കും. അതേപോലെ മനസ്സും ബുദ്ധിയും ശരിയല്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. ഒരു കാര്യത്തിലും ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ വളരെ പ്രയാസം അനുഭവപ്പെടും. ആസ്മ, മാനസികമായ അസ്വസ്ഥത, ഗർഭാവസ്ഥയിലുള്ളവർ, ഇങ്ങനെയൊക്കെയുള്ളവർക്ക് ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടമാണ്. സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും. കടബാധ്യത കുറയും. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. അതേപോലെ ഈ പകർച്ചവ്യാധികൾ പോലുള്ള അസുഖങ്ങൾ, പനി ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അതുപോലെ നെർവസുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. ധനപരമായി നഷ്ടങ്ങൾ വരും. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്. തൊഴിൽ മേഖലയിലും അനുകൂലമല്ല. ഒരു കാരണവശാലും കർക്കിടകക്കൂറുകാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. ഈ പ്രണയകാര്യങ്ങളിൽ ദോഷകരമായ ആളുകളെ പറയാം. നല്ല മേന്മയുള്ള ആളുകളുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. നക്ഷത്രമുണ്ട്, അത് പിന്നെ പറയാം. പ്രണയകാര്യങ്ങളിൽ ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുന്ന നക്ഷത്രമാണ് ചോതിയും വിശാഖവും മൂലവും. അപ്പോൾ ഈ ചോതി, വിശാഖം, മൂലം നക്ഷത്രക്കാർ പ്രണയകാര്യങ്ങളെക്കുറിച്ച് ഉള്ള പ്രണയകാര്യങ്ങളിൽ വളരെ ശ്രദ്ധയും കരുതലെടുത്തില്ലെങ്കിൽ അത് ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് നാളെ കൂറൊക്കെ നല്ലതാണെങ്കിലും ചിലപ്പോൾ ഈ ഒരു കാര്യത്തിൽ ചിലപ്പോൾ അല്പം പ്രയാസം ഉണ്ടാക്കും. അതുകൊണ്ട് ഈ നാളുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ചോതി, വിശാഖം, മൂലം അനുകൂലമല്ല. ഇനി ചിങ്ങക്കൂറ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. 8 ശനിയാണ്. ജന്മത്തിൽ കേതുവാണ്. എങ്കിൽ പോലും ചിങ്ങക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കുകയും ചെയ്യും. ദോഷകരമായ ദിവസമായിരിക്കില്ല എന്നർത്ഥം. ഗുണദോഷ സമ്മിശ്രമായ ദിവസമായിരിക്കും.
ധനപരമായ കാര്യങ്ങളിലും കുടുംബത്തിലും ഒരു സ്വസ്ഥതയും സമാധാനവുമൊക്കെ ഉണ്ടാകും. ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായിരിക്കും. അതുപോലെ മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. അഭിപ്രായ സ്ഥിരതയുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ ആരോഗ്യ കാര്യങ്ങൾ ഒരു ശ്രദ്ധ വേണം. ആത്മവിശ്വാസക്കുറവും അലസതയുമൊക്കെ ഉണ്ടാകും. ശരീരത്തിനൊരു ക്ഷീണം പൊതുവെ അനുഭവപ്പെടും. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. വാക്കുകളെ വളരെ നിയന്ത്രിക്കണം. വാക്കുകൾ മൂലം ചില ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അശ്രദ്ധ മൂലമുള്ള ഓർമ്മക്കുറവ് ചില നഷ്ടങ്ങളെ ഉണ്ടാക്കും. തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമല്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. നന്നായി നാമം ജപിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ സാമ്പത്തികമായ നേട്ടങ്ങൾക്കൊക്കെ കുറച്ച് അനുകൂലമായ സ്ഥിതി തൊഴിൽ മേഖലയിൽ ഉണ്ടാവും. എങ്കിലും തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതൊന്നുമല്ല. മേലുദ്യോഗസ്ഥരൊക്കെ അനുകൂലമല്ലാത്ത അവസ്ഥയായിരിക്കും. എങ്കിലും ചില നേട്ടങ്ങൾ പലരും ഉണ്ടാക്കാനായിട്ട് നന്നായി ഈശ്വരാധീനം വരുത്തിയാൽ ചിങ്ങക്കൂറുകാർക്ക് കഴിയുന്ന ഒരു ദിവസം കൂടെയാണ് ഇത്. ഇനി കന്നിക്കുറ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കുറ്. 7 ശനിയാണ്, 10 വ്യാഴമാണ്, 12 കേതുവാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കാലഘട്ടം അത്ര മേന്മ എന്ന് പറയാനില്ല. എന്നാലും ഈ ദിവസവും ദോഷകരമായിരിക്കും. ഈ ദിവസം ദോഷകരമായിരിക്കും. എങ്കിലും അവർക്ക് ആരോഗ്യം അനുകൂലമായിരിക്കും. ആത്മവിശ്വാസമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അലസതയൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ദിവസമാണ്. എന്നാൽ മനസ്സ് അത്ര അനുകൂലമല്ല. അതുകൊണ്ട് എടുത്ത് ചാടി ഒന്നും ചെയ്യാതിരിക്കുക. കാരണം ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് എടുത്തുചാട്ടം മൂലം വരുന്നതെങ്കിൽ നഷ്ടം വരും. അപ്പോൾ മനസ്സും ബുദ്ധിയും അനുകൂലമല്ലാത്തതുകൊണ്ട് എടുത്തുചാട്ടം വളരെ ശ്രദ്ധിക്കണം. മാതൃസ്ഥാനീയർ അനുകൂലമല്ല. എന്നാൽ പിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. ഒരഭിപ്രായ സ്ഥിരത പല കാര്യങ്ങളിലും പ്രകടിപ്പിക്കാൻ കഴിയാതെ വരും. ആസ്മ, മാനസികമായ അസ്വസ്ഥത ഒക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദരരോഗങ്ങൾ, ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗർഭാവസ്ഥയിലുള്ളവരും ശ്രദ്ധിക്കേണ്ടതാണ്. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. അപകടങ്ങൾ വരാനുള്ളൊരു സാധ്യത ഉണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും. ധനപരമായ ചില നഷ്ടങ്ങളുണ്ടാവും. കുടുംബത്തിലൊരു സ്വസ്ഥത കുറവുണ്ടാവും. കാരണം ജീവിത പങ്കാളിയും മക്കളും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല. അതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥത കുറവുണ്ടാവും. തൊഴിൽ മേഖലയും അനുകൂലമല്ല. മേലുദ്യോഗസ്ഥർ പൊതുവെ അനുകൂലമാണെങ്കിലും സഹപ്രവർത്തകരും തൊഴിലാളികളും അത്ര മേന്മയുള്ളതായിരിക്കില്ല. ഇനി നമുക്ക് തുലാം. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ്. ആരോഗ്യം അനുകൂലമാണ്. ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും. മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. സംശയമില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. മാതൃപിതൃ സ്ഥാനീയർ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. സഹോദര സ്ഥാനീയർ അത്ര മേന്മയില്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. കുടുംബത്തിലൊരു സമാധാന സ്വസ്ഥത ഉണ്ടാവും. മക്കളും ജീവിത പങ്കാളിയൊക്കെ അനുകൂലമായിരിക്കും. തൊഴിൽ പുതിയ അവസരങ്ങൾ, തൊഴിൽ രംഗത്തെ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അനുകൂലമായൊരു ദിവസമാണ്. അതുകൊണ്ട് അതൊക്കെ ഈ ദിവസം ചെയ്യാൻ കഴിയുമെങ്കിൽ വളരെ നന്നായിരിക്കും. അല്ലെങ്കിൽ തുടക്കമിടാനെങ്കിലും ചെയ്യാനൊക്കെ അനുകൂലമായ ദിവസമാണ്. ജാതകം കൂടെ നോക്കണം. നിങ്ങളുടെ വ്യക്തിപരമായ ഗ്രഹനിലയും കൂടെ അതിന് ബാധകമാണ്. എങ്കിലും അനുകൂലമായ സമയമാണ്. വൃശ്ചികം. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. 4 രാഹു, 5 ശനി, 8 വ്യാഴം, 10 കേതു ഒക്കെ നിൽക്കുന്ന സമയമാണ്. ദിവസവും ഈ കാലഘട്ടവും അനുകൂലമല്ല. ഈ ദിവസം ഒട്ടും അനുകൂലമല്ല. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധ വേണം. ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. മനസ്സ് ബുദ്ധിയൊന്നും അനുകൂലമല്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല. ഒരഭിപ്രായ സ്ഥിരത എല്ലാ കാര്യത്തിലും ഉണ്ടാകാൻ കഴിയാത്ത ഒരു ദിവസം കൂടിയായിരിക്കും.
മാനസികമായ അസ്വസ്ഥതയുള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെയാണ്. സഹോദരസ്ഥാനീയർ അനുകൂലമായിരിക്കും. കടബാധ്യത വർദ്ധിക്കുവാനുള്ളൊരു സാധ്യതയുണ്ട്. മുൻകോപം വരാനുള്ള ഒരു സാധ്യത ഉള്ള ഒരു സമയമാണ്. വാക്കുകളൊന്നും അത്ര അനുകൂലമല്ല, അതുകൊണ്ടത് ശ്രദ്ധിക്കണം. മറ്റുള്ളവരുടെ സഹായം കിട്ടാനുള്ള ഒരു സമയം ഉണ്ട്. ചിലരൊക്കെ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവുമെങ്കിലും പുറമെ നിന്നൊരു സഹായമൊക്കെ ചിലപ്പോൾ കിട്ടും. ദൈവാധീനം അല്പം കുറവാണ്. ധനപരമായ കാര്യങ്ങളിൽ നഷ്ടമുണ്ടാകും. തൊഴിൽ മേഖല അനുകൂലമല്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്, അത് ദോഷം ചെയ്യും. ഇനി ധനുക്കൂറ് പറയുന്നതിന് മുമ്പ് ശുഭപരമായ ഫലങ്ങൾ അനുഭവപ്പെടുന്ന ഒന്ന് രണ്ട് നക്ഷത്രങ്ങളുണ്ട്, അത് പറയാം. ശുഭഫലമായ അനുഭവപ്പെടുന്ന നക്ഷത്രം അശ്വതി, കാർത്തിക, മകയിരം. ഈ 3 നാൾ, അശ്വതിക്കും കാർത്തികയ്ക്കും മകയിരം നാളിനും പൊതുവെ കൂറുകൾ അത്ര മേന്മയില്ലെങ്കിലും ഈ കൂറുകൾ മേന്മയുള്ളത് തന്നെയാണല്ലേ. ആ നാളുകൾക്ക് കുറച്ചുകൂടെ കൂടുതൽ നേട്ടമുണ്ടാകും. അത് കുറേ കൂടെ നന്നായി ശ്രമിച്ചാൽ അവരാഗ്രഹിക്കുന്ന ഇതിലേക്ക് ആ ദിവസത്തെ കൊണ്ടുവന്ന് എത്തിക്കാനായിട്ട് ഈ നാളുകാർക്ക് കഴിയും. അശ്വതി, കാർത്തിക, മകയിരം നാളുകാർക്ക് കഴിയും. അതിനവർ നന്നായിട്ട് പ്രയത്നിക്കുകയും കൂടെ ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഗുണമേന്മ ഉണ്ടാകുക തന്നെ ചെയ്യും. ഇനി പ്രണയകാര്യങ്ങളിൽ മേന്മയുള്ളത് പറയാം, വീഡിയോ തുടർന്ന് കാണുക. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം. 4-ൽ ശനി, 9-ൽ കേതുവൊക്കെ നിൽക്കുകയാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ ഒരു ദിവസം തന്നെയാണ്. എങ്കിലും അവർക്ക് മനസ്സ് അനുകൂലമാണ്, ബുദ്ധി അനുകൂലമാണ്, മാതൃസ്ഥാനീയർ അനുകൂലമാണ്. എന്നാൽ ആരോഗ്യ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല. പിത്തം, ഉഷ്ണരോഗം, ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. പൊള്ളൽ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദരസ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. അപകടങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വാഹന സംബന്ധമായ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ ചെയ്യണം. കാരണം അല്ലെങ്കിൽ വാഹന സംബന്ധമായ കാര്യങ്ങളിൽ കുറച്ച് പ്രയാസമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. അശ്രദ്ധ ഒരു കാരണവശാലും വാഹന കാര്യങ്ങളിൽ ഉണ്ടാകരുത് ധനുക്കൂറുകാർ ഈ ദിവസം. മുൻകോപത്തെ നിയന്ത്രിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. ധനപരമായ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ്. എങ്കിലും അപകടങ്ങൾ മൂലമുള്ള ധനനഷ്ടത്തെയും കരുതിയിരിക്കുക തന്നെ വേണം. ജീവിത പങ്കാളി അനുകൂലമല്ല. മക്കൾ പൊതുവെ അനുകൂലമായിരിക്കുകയും ചെയ്യും. തൊഴിൽ മേഖലയിൽ അത്ര മേന്മയില്ല. സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും മൂലം ചില പ്രയാസങ്ങൾ അനുഭവപ്പെടും. ഇനി മകരക്കൂറ്. ഉത്രാടം അവസാന 3/4 ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരക്കൂറുകാർക്ക് കഠിന ദോഷമുള്ള സമയമാണ്. വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. 6-ൽ വ്യാഴം, 8-ൽ കേതു, 2-ൽ രാഹു ഒക്കെയാണ് കാലഘട്ടം. അത്ര മേന്മ എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഈ ദിവസം വളരെയധികം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ആരോഗ്യ കാര്യങ്ങളിൽ വളരെ അധികം ശ്രദ്ധിക്കണം. മനസ്സ്, ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. എന്നാൽ എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസക്കുറവൊക്കെ ഉണ്ടാവും. ആരോഗ്യകാര്യം ഒട്ടും അനുകൂലമല്ല. വളരെ ശ്രദ്ധിക്കണം ആരോഗ്യകാര്യത്തിൽ. സഹോദരസ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. മറ്റുള്ളവരുമായുള്ള കലഹം വളരെ ശ്രദ്ധിക്കണം. വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കണം. വാക്കുകൾ മൂലം വളരെ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ആ ബുദ്ധിമുട്ട് മരക്കാർക്കുണ്ട്, അത് മരക്കൂറുകാർക്കുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും തന്നെ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്. കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ പോലും അവർക്ക് ഉണ്ടാകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമായ സ്ഥിതിയിലായിരിക്കില്ല എന്ന് മനസ്സിലാക്കണം. മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. ജീവിത പങ്കാളി അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കും.
കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ലഭിക്കാത്ത ഒരു സമയമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് അതും വാക്കുകളും കൂടെ അനുകൂലമല്ലാത്തതുകൊണ്ട് വളരെ ശ്രദ്ധ. കേൾക്കുന്ന വാക്കുകൾ അനുകൂലമായിരിക്കില്ല, പറയുന്ന വാക്കുകൾ അനുകൂലമായിരിക്കില്ല. അതുകൊണ്ട് ആ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ, വളരെ കരുതലുണ്ടാകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. തൊഴിൽ മേഖലയിൽ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും വലിയ മേന്മയൊന്നുമില്ല, എങ്കിലും ചെറിയ നേട്ടങ്ങളുണ്ടാവും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് മകരക്കൂറുകാർ. ഇനി ആ പ്രണയ കാര്യങ്ങളിൽ ഗുണമുള്ള നക്ഷത്രം കൂടെ പറയാം. അത് അശ്വതി, കാർത്തിക, ആയില്യം നക്ഷത്രമാണ്. അശ്വതിക്കും കാർത്തികയ്ക്കും ആയില്യ നക്ഷത്രക്കാർക്കും പ്രണയ കാര്യങ്ങളിൽ മേന്മയുള്ള ദിവസമാണ്, അനുകൂലമായ ദിവസമാണ്. പക്ഷേ ഇവരുടെ ജാതകവും ഇതിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ ചാരഫലം കൊണ്ടാണ് പറയുന്നത്, എൻ്റെ ഒരു വിലയിരുത്തലാണിത്. ജാതകം കൂടെ ആഡ് ചെയ്താലാണ് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ കഴിയൂ. എങ്കിലും ഈ നാളുകാർക്ക് പൊതുവെ ഈ ദിവസം ഗുണകരമായിരിക്കും. ഇനി കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായൊരു ദിവസമാണ്. ജന്മരാഹുവാണ്, 2-ൽ ശനിയാണ്, 7-ൽ കേതുവാണ്. എങ്കിലും ഇവർക്ക് സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടാവും, കുടുംബത്തിലൊരു സ്വസ്ഥത ഉണ്ടാവും, ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായിരിക്കും, വാഹന സംബന്ധമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ ആത്മവിശ്വാസക്കുറവ്, അലസത, ആരോഗ്യക്കുറവ് ഒക്കെ കുംഭക്കൂറുകാർക്ക് ഉണ്ടാകും. മനസ്സും ബുദ്ധിയും ഒന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. ഒരഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. ആസ്മ, മാനസിക അസ്വസ്ഥത ഒക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. വാക്കുകൾ മൂലം ചില ദുരിതങ്ങൾ ഉണ്ടാകും. അത് മറ്റുള്ളവരുമായിട്ടുള്ള ഇത് പ്രശ്നങ്ങൾ മൂലം ചിലപ്പോൾ ദേഹോപദ്രവമൊക്കെ കേൾക്കാനുള്ളൊരു സാധ്യത കുംഭക്കൂറുകാർക്ക് ഉണ്ട്. അതുകൊണ്ട് അത് ദോഷം കൂടെ ഒരു ദിവസം കൂടെയാണ്. അതുകൊണ്ട് അതിനുള്ള സാഹചര്യങ്ങളെ ഒന്നും സൃഷ്ടിക്കാതിരിക്കാനായിട്ട് വളരെയധികം വാക്കുകൾ ശ്രദ്ധിക്കണം. സുഹൃത്തുക്കളും ബന്ധുക്കളും അനുകൂലമല്ല. പനി പോലുള്ള പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. വാഹന സംബന്ധമായി ചിലപ്പോൾ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം. പൊതുവെ തൊഴിൽ മേഖല അനുകൂലമൊന്നുമല്ല. മേലുദ്യോഗസ്ഥർ ഒട്ടും അനുകൂലമല്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. മീനം, പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി, 4 വ്യാഴം, ജന്മശനി, 12 രാഹുവൊക്കെയാണ്. കഠിന ദോഷമാണ്, വളരെയധികം ശ്രദ്ധിക്കണം. എങ്കിലും ജീവിത പങ്കാളി കുറച്ച് അനുകൂലമൊക്കെ ആയിരിക്കും. ബാക്കി കാര്യങ്ങളൊന്നും അത്ര അനുകൂലമല്ല. മനസ്സിനെയൊക്കെ വളരെയധികം നിയന്ത്രിക്കണം. ആരോഗ്യകാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം പനിയൊക്കെ വരാനുള്ള സാധ്യത, അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, പകർച്ചവ്യാധികൾ മൂലമുള്ള ദുരിതങ്ങൾ അനുഭവിക്കാനുള്ള ഒരു സാധ്യതയൊക്കെയുള്ള ഒരു കാലഘട്ടമാണ് മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. ഒന്നിനും ഒരു സ്വസ്ഥത ഉണ്ടാവില്ല, ശരീരത്തിനും സ്വസ്ഥത ഉണ്ടാവില്ല. കലഹങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, കടബാധ്യത കൂടാനുള്ള സാധ്യത, ശത്രുദോഷം, മറ്റുള്ളവരുമായി കലഹം ഒക്കെ ഉണ്ടാകും. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. ധനപരമായ കാര്യങ്ങൾ ഒട്ടും അനുകൂലമല്ല. അനാവശ്യമായ ചിലവുകളൊക്കെ ഉണ്ടാവും. മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും. എന്നാൽ ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. ആദ്യമേ ഞാനത് പറഞ്ഞു. തൊഴിൽ മേഖലയിലും അത്ര മേന്മയില്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്, അതുമൂലം ദോഷം ചെയ്യും. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃത്യമായി എല്ലാവരും എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടദേവതാ നാമം കമൻറ്റ് ചെയ്യുക. ഇഷ്ടദേവത ഇല്ലാത്തവർ, അല്ലെങ്കിൽ അങ്ങനെ ആരാധന താല്പര്യമില്ലാത്തവരൊക്കെ, ഇതിനോട് താല്പര്യമുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർ ഇതിൻ്റെ അഭിപ്രായങ്ങൾ നന്നായി രേഖപ്പെടുത്തുക. നല്ല കാര്യങ്ങൾ നല്ലതായിട്ടും മോശമായ കാര്യങ്ങൾ മോശമായിട്ടും പറയുക. അതേപോലെ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കാൻ പറയുക. ഇങ്ങനെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ സ്വീകരിക്കുക തന്നെ ചെയ്യും. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. അമ്മേ ഭഗവതി.